അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവെ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പുഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്നത്തെ ദിവസം എൻ്റെ മക്കളെ പോകുന്ന എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ഇടപെടുന്ന സാഹചര്യങ്ങളിലും ചെയ്യാനുള്ള ജോലികളിലും പൂർത്തിയാക്കേണ്ട ജോലികളിലും ഒപ്പിടേണ്ട താളുകളിലും കർത്താവിൻ്റെ കൃപ നിങ്ങളെ ആവശ്യിക്കട്ടെ.
എന്ത് വിഷയത്തിന് വേണ്ടിയാണോ എൻ്റെ മക്കളെ ഇന്ന് വേദനപ്പെടുന്നത്, മനസ്സ് വിമ്മിട്ടപ്പെടുന്നത്, അവിടെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ അഡ്വക്കേറ്റായ അമ്മ നിനക്ക് വേണ്ടി വാദിക്കുകയും നിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. മനസ്സ് നീറിക്കഴിയുന്നവർ, ഡിപ്രഷനിൽ കഴിയുന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും ഒരു വഴി കാണാതിരിക്കുന്നവർ, ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവർ, പണമില്ലാത്തവർ, എല്ലാ തരത്തിലും തളർന്നിരിക്കുന്നവർ, ആശുപത്രിയിൽ ബൈസ്റ്റാൻഡേഴ്സ്, പ്രസവിക്കാൻ പോകുന്നവർ, പ്രസവിച്ച കുഞ്ഞിൻ്റെ രോഗങ്ങളെ ഓർത്തുകൊണ്ടും വിഷമിക്കുന്നവർ, ആശുപത്രി ബോധമില്ലാതിരിക്കുന്നവർ, അവിടെ എല്ലാം കർത്താവിൻ്റെ അടിപ്പണ പോലെ വൈതാക്കാമ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിച്ചുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായി ഇന്ന് കർത്താവിൻ്റെ കാറ്റടിച്ച് നിങ്ങൾ ശക്തി പ്രാപിക്കുകയും നിങ്ങൾ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, merit to some holy priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എപ്പോഴും സംഭവ വിഷയം ഡിസേർമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമുക്ക് ആത്മാവിൽ ജ്വലിച്ച് നിൽക്കുന്നവർക്ക് ഒരു സെൽഫ് ഡിസേർമെൻ്റ് ഉണ്ടാവും. എങ്കിലും ചില സമയത്ത് നമ്മുടെ ഇമോഷണൽ നമ്മളെ വഴിതെറ്റിക്കും. ഇമോഷണലി നമ്മൾ ചില അവസരങ്ങളോട് ഓവർ അറ്റാച്ച് ചില വിഷയങ്ങളോട്. അപ്പോൾ അതാണ് ശരിയെന്ന് നമ്മുടെ ഇന്ദ്രിയം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ആന്തരിക ബോധ്യം നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് തടഞ്ഞില്ലെങ്കിൽ അത് ശരി. ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരും ആത്മഹത്യ ചെയ്യണവരെ അത് പാപമാണെന്ന് കരുതണില്ലല്ല. ഇവർക്ക് 2 മക്കളുണ്ട്. ആത്മഹത്യ ചെയ്ത പല ആൾക്കാർക്ക് മാതാപിതാക്കൾ നല്ല സ്നേഹമുള്ള മാതാപിതാക്കന്മാരുണ്ട്. പക്ഷെ ആ ഒരു സെക്കൻഡിൽ അവർ വിചാരിക്കണത് എന്താണ്? ആത്മഹത്യയാണ് നല്ലതെന്നാണ്. ആ ഒരു സെക്കൻഡാണ് ഒരു പ്രശ്നം. അപ്പോൾ ചെയ്യണ ഭയങ്കര ബ്ലണ്ടറാണെങ്കിൽ പോലും ആ സെക്കൻഡിന് അവർ ആ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇന്ദ്രിയത്തിനുണ്ടാകുന്ന ഒരു അബദ്ധമാണ്. അതുകൊണ്ടാണ് there must be somebody, വിശ്വസിക്കാൻ പറ്റിയ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ, ഒരു ഫാദർ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഉടമ്പടി വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും. അപ്പോൾ ഉടമ്പടിക്കാരെല്ലാവരും ഒരു സ്പിരിച്വൽ ഫാദറിനെ പ്രത്യേകിച്ച് കണ്ടുവെത്തണം, പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന. അതേസമയം തന്നെ ഡിസേർമെൻ്റ് ഉണ്ടാകണം. ഡിസേർമെൻ്റ് എന്ന് പറയുന്നത് ആത്മാവിൽ നിറഞ്ഞുള്ള ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ വൈറ്റ് ഓർ ബ്ലാക്ക് എന്നിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും. അത് വിവേചന ശക്തി എന്ന് പറയണത്. ഇപ്പം ഞാനൊക്കെ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ആ കുമ്പസാരിക്കാൻ തരുന്ന ഉപദേശങ്ങൾ വരെ അനോയിൻറ്റഡ് ആകാൻ വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കും. കുറേ നേരം പ്രാർത്ഥിച്ചു. അതാണ് കുമ്പസാരത്തിന് മുമ്പുള്ള പ്രാർത്ഥന. പിന്നെ ഏറ്റവും നല്ലത് മനസ്സാപ്രാരണമാണ്. ഞാൻ വിശ്വാസപ്രമാണം ചെല്ലണതിന് മുമ്പ് ഞാനിപ്പോൾ റോമിൽ പോയപ്പോൾ എല്ലാ മാർട്ടിടത്തിലും പോയി. ജസ്റ്റിൻ ദ മാർട്ടയർ, പത്രോസിൻ്റെ ശവകുടീരത്തേക്ക് പോയി കുർബാനയില്ലേ, അതിൻ്റെ അടുത്തുള്ള തൊട്ടരികിലുള്ള ആൾത്താറ് വിശുദ്ധ പത്രോസിൻ്റെ. അതിനുശേഷം പൗലോസിൻ്റെ കുഴിമാടത്ത് പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം വിശുദ്ധ പൗലോസിൻ്റെ. അതുപോലെ പിന്നീട് എനിക്കിഷ്ടപ്പെട്ട ആളാണ് ജസ്റ്റിൻ, പിന്നെ സെൻറ്റ് സ്റ്റീഫൻ. അവരാദ്യകാല മാർട്ടേഴ്സാണ്. അവരുടെ തോളിലാണ് സഭ നിൽക്കുന്നത്, അവരുടെ ബോധ്യത്തിലും അവരുടെ സാക്ഷ്യത്തിലും. എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ കല്ലറയിൽ പോകുക എന്നുള്ളത്. അവിടെ ആപ്യൻ വേയിൽ അത് കുറേ വഴിയാത്ത നടന്നാണ് പോയത്. അവിടെ എത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അച്ഛന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ബിനു ചേട്ടൻ ഉണ്ടായിരുന്നു, ബിജു ചേട്ടനെ സഹായിക്കാനുള്ള. അപ്പോൾ അവരെ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ ഇതുപോലെ ഞങ്ങളെ സഹായിച്ചവരുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം ചെല്ലണത് എന്താണ്? ഞാൻ പൗലോസിൻ്റെ കുഴിമാടത്തിൽ ചെന്നപ്പോൾ ഞാൻ കുഴിമാടത്തിൽ ചെന്ന് പൗലോസിൻ്റെ ജയിലിൻ്റെ അടുത്ത് പോയെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച്. പൗലോസ് കിടന്ന ജയിലിൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം ലോകത്തിന് ആധ്യാത്മികതയുടെ വലിയ ട്രഷർ കൊടുത്തത് പൗലോസിൻ്റെ നാവിൽ നിന്നാണ്.
ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഈ കൃപാസനം ധ്യാനത്തിന് മുഴുവൻ അന്തസത്ത കൃപയാണ്. ശക്തി ദൈവത്തിൻ്റെ ശക്തി കൃപയായിട്ടും ദൈവത്തിൻ്റെ കൃപ ശക്തിയായിട്ട് നമ്മളിലേക്ക് വരുന്നു. അത് ഉടമ്പടി വഴി എങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ ആധ്യാത്മിക പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ പൗലോസിൻ്റെ അടുത്ത് പോയി എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? മസ്താപരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയാൽ പൂർണ്ണഹൃദയത്തോടെ മനസ്തപിക്കുന്നു, പാപങ്ങളെ വെറുക്കുന്നു. നിങ്ങൾ ഈ മനസ്താപ്രകടനം മാത്രം. എൻ്റെ മക്കളെ ഒരു കാര്യം, ഈ കൃപാസന മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉടമ്പടി ജീവിതമാക്കിയവർ, നിങ്ങൾ വിശ്വാസപ്രകടനം ചെല്ലുന്നതിന് മുമ്പ് മനസ്താപ്രകടനം ചൊല്ലിയിരിക്കണം. കാര്യം നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ജീവിതം, പ്രഘോഷണമാണ്. പക്ഷേ അതിന് നമ്മളെ യോഗ്യമാക്കണത്, ഒരു സാഹചര്യം ഒരുക്കണതും ഈ മനസ്താപകരണമാണ്. പാപത്തെ അഡ്രസ്സ് ചെയ്യണതാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ ദൗത്യവും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും പാപമില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കമാണ് മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും അറിഞ്ഞോ അറിയാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ മനസ്താപകരണം ചെയ്തിട്ട് അനുതാപത്തിലേക്ക് വരുന്നത്. കാര്യം സുവിശേഷം മൊത്തം അനുതാപത്തിൻ്റെ യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ മാനവരാശി അനുതാപത്തിൻ്റെ അനുരണനങ്ങളിലേക്ക്, അധ്യായങ്ങളിലേക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ യൂദയായിൽ നിന്ന് ജെറുസലേമിലേക്ക് പോണത് തന്നെ. അപ്പം അതിനുള്ളിലാണ് ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിനെ ഈശോ അഡ്രസ്സ് ചെയ്യണത്. നമ്മൾ തന്നെ ഉള്ള തിന്മയുടെ ആത്മാവിനെ നമുക്ക് തന്നെ പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഈശോ പറയും, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് ചോദിക്കാൻ എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ തന്നെ ധ്യാനിച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഇവരവിടെ ചെന്നപ്പോൾ സമരക്കാർ ഈശോനെ വിടത്തില്ലെന്ന് കേട്ടപ്പോൾ അവരിവർ ചിലപ്പോൾ തന്തക്ക് വിളിച്ച് കാണും. അത് ഇവർ സുവിശേഷം റിപ്പോർട്ട് ചെയ്യാത്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും ചൂടായിട്ട് വന്നിട്ട് തീയും ഗന്ധം ഇറങ്ങി നശിപ്പിക്കേണ്ടതൊക്കെ ചോദിക്കണമെങ്കിൽ അത്രയും വലിയ കലാപം അവിടെ നടന്നു കാണും. കലാപത്തെ കർത്താവ് തന്നെ കൂട്ടിക്കൊണ്ട് പോകും. എന്തിനാണ്? നമ്മുടെ അരൂപി എന്താണെന്ന് അറിയാൻ വേണ്ടി. എന്താണെന്ന് അറിയാനല്ല, നമ്മളെ അറിയിക്കാൻ. എന്നിട്ട് പറയും, ഞാൻ വന്നിരിക്കുന്നത് നശിപ്പിക്കാനല്ല, കൊല്ലാനല്ല, ജീവനുണ്ടാകാനും. അപ്പം ജീവൻ്റെ ശുശ്രൂഷകരാണ് സുവിശേഷകരെന്ന് പറയണേ. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. എൻ്റെ പേര് നവ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് ജോൺ, എൻ്റെ മോൻ റോയൽ. ഞങ്ങൾ വരുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നാണ്. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയാനും, അതുപോലെ തീർത്ഥാടനം ഉടമ്പടി എടുക്കുവാനും ജപമാല റാലി കൂടുവാനും വേണ്ടി മാത്രമാണ് അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം, ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അത് സാധിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ എൻ്റെ ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ജോലി കിട്ടാൻ ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളായിരുന്നു ഞാൻ. ഒരിക്കലും എനിക്ക് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല ഇതുവരെയും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊരു മോനും കൂടി ഉണ്ട്, കുഞ്ഞുമോൻ. അപ്പോൾ അവനെ നോക്കേണ്ട ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. ഞാൻ നാട്ടിൽ ഡെൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ പോയപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡ് മാറി. അപ്പോൾ ജോലിക്കൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. അപ്പം ഞാൻ കരുതിയിരുന്നത് 2 മാസം കഴിയുമ്പോൾ അവനെ സ്കൂളിൽ ചേർത്താം, എനിക്ക് വീണ്ടും ഒരു നല്ല ജോലിക്ക് പ്രവേശിക്കാം എന്ന് മാത്രമാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് കൃപാസനത്തിൽ പോകുന്നുണ്ട്, ഞാൻ നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അമ്മ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടും, അമ്മ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഞാൻ അന്ന് അങ്ങനെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ മാതാവിനെ തള്ളി പറഞ്ഞു. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറ്റിയൊരു തെറ്റായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഞാൻ എന്നങ്ങനെ പറഞ്ഞോ അന്ന് മുതൽ ഞാൻ ജോലി കിട്ടാതെ വിഷമിക്കുന്നതാണ്. ഞാൻ 8 മാസം ജോലിയില്ലാതെ വീട്ടിലിരുന്നു. ഞാൻ ഡിപ്രഷനിലോട്ട് പോയി. അപ്ലൈ ചെയ്യുന്ന എല്ലാം റിജക്റ്റ് ആവുമായിരുന്നു. ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് മനസ്സിലായി, എൻ്റെ തെറ്റ് തിരുത്തി ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥനാ ജീവിതം തുടങ്ങി. കൊന്ത മുടങ്ങിക്കിടക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ.
ഒത്തിരി കാലമായിട്ട് കൊന്തയില്ലായിരുന്നു. ഞങ്ങൾ സ്ഥിരം കൊന്ത ചെല്ലാൻ തുടങ്ങി. ആത്മീയ കാര്യങ്ങളിലെല്ലാം ഒത്തിരി ഉയർന്നു. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാം മുടങ്ങാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ധ്യാനം കൂടുകയും സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹോംലെസ് ആൾക്കാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കലാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കാരുണ്യ പ്രവൃത്തിയായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൽ തന്നെ ഞാൻ ഡെൻറ്റിസ്റ്റ് റിലേറ്റഡ് ഒരു ജോലി ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ തിരിച്ചുപോയി. എനിക്ക് സിഡ്നി അവിടുത്തെ ഡെൻറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ജോലി തന്നെ എനിക്ക് ലഭിച്ചു, കോർഡിനേറ്റർ പോസ്റ്റായിട്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയേറെ എനിക്ക് സന്തോഷമായി. അതുപോലെ ഞാൻ അന്ന് ജോലി കിട്ടുമ്പോൾ ഞാൻ നിയോഗം വെച്ചിരുന്നപ്പോൾ ഞാൻ അതിലൊരു ക്ലോസ് വെച്ചിരുന്നു. എനിക്ക് ഒരു നല്ല ജോലി മാത്രം പോരാ, എനിക്ക് വർക്ക് ഫ്രം ഹോമോട് കൂടിയ ഫ്ലെക്സിബിളായ ഒരു ജോലി തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനത് നിയോഗത്തിൽ എഴുതിയിരുന്നു. മാതാവിനോട് ഞാനത് ഒത്തിരി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ ഈ ജോലി കിട്ടിയപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ അതിലില്ല. എനിക്ക് ഒരു തരത്തിലും വർക്ക് ഫ്രം ഹോം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ല. എങ്കിലും അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ ജോലി എടുക്കേണ്ടി വന്നു. അപ്പം പിന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള എൻ്റെ സ്വപ്നം ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഇപ്പോൾ ഞാൻ വരുന്നതിന് ഒരു 2 മാസം മുമ്പ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ അവർ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. ഞാനിനി തിരിച്ചു ചെല്ലുമ്പോൾ അതിന് ട്രെയിനിങ്ങിനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മറന്ന കാര്യം മാതാവ് ഓർത്ത് എനിക്ക് ഒരു വർക്ക് ഫ്രം ഹോം ജോലി എന്നുള്ളൊരു സ്വപ്നം എനിക്ക് നടത്തി തന്നു. അതുപോലെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഓൺലൈൻ ഉടമ്പടിയാണ് ഞാനും ഹസ്ബൻഡുമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം 4ാമത്തെ ദിവസം മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നു. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് മാതാവ് അത് എനിക്ക് സമയത്തിൻ്റെ ഒന്നും ഞാൻ ആ ഉടമ്പടിയുടെ തുടക്കമായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ സ്വപ്നത്തിൽ വന്ന് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ മോളെ കാണാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഇപ്പോഴാണ് മോളെ വരാൻ പറ്റിയത്. അപ്പം ഞാൻ എൻ്റെ വിഷമം പറഞ്ഞ മാതാവിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങുമ്പോഴേക്കും മാതാവ് പറഞ്ഞു, മോളൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം ശരിയാക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ പോവുക, പക്ഷേ ഞാൻ എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് എനിക്ക് ഉറപ്പ് പറഞ്ഞിട്ടാണ് മാതാവ് പോയത്. എന്നിട്ടും ജോലി കിട്ടാൻ താമസം വന്നപ്പോൾ എനിക്ക് വീണ്ടും സംശയമായി. അതുപോലെ 2ാമതും മാതാവ് എനിക്ക് ഒരു ദർശനം തന്നു. അപ്പോഴും ഞാനിങ്ങനെ മാതാവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ജോലി കിട്ടാൻ വൈകിയപ്പോൾ എനിക്ക് വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്, എങ്കിലും ഞാൻ പ്രാർത്ഥനയിൽ ഒരു മുടക്കും വരുത്തിയില്ല. ഞങ്ങൾ എല്ലാ ദിവസവും 5:30 എണീക്കും. എൻ്റെ മോനും ഞങ്ങളുടെ കൂടെ എണീറ്റ് 5:30 പ്രാർത്ഥന കൂടും. അതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എല്ലാം നന്നായി തന്നെ ചെയ്തു. അവസാനം ജോലി കിട്ടി. അപ്പം ഞാൻ ജോലി കിട്ടുന്നതിന് മുൻപ് എനിക്ക് ഈ സ്വപ്നത്തിൽ മാതാവിനെ കണ്ടെങ്കിലും എനിക്കൊരാഗ്രഹം, എനിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ് അപ്പോഴും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ മാതാവിനോട് പറയുകയാണ്, ഇത് സ്വപ്നത്തിലല്ലേ കണ്ടത്, എനിക്ക് നേരിട്ട് എന്തെങ്കിലും ഇതെൻ്റെ തോന്നലായിരിക്കുമോ, എനിക്ക് ഒന്നും കൂടി ഒരു ഉറപ്പ് നൽകണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് പുറം വേദനയുള്ള ആളാണ്. അപ്പം ഞാനൊരു ദിവസം പുറത്ത് മരുന്ന് പുരട്ടി ആ റൂമിൽ ഒന്നിനും എൻ്റെ പുറത്ത് പറ്റുന്ന വേദനയുടെ പെയിൻ ബാമിൻ്റെ സ്മെല്ല് മാത്രമാണ് ആ റൂമിലുള്ളത്. വേറെ ഒരു സ്മെല്ലും ആ റൂമിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ആരാധന ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ഒരു ഫ്യൂ സെക്കൻഡ്സിന് എനിക്ക് സുഗന്ധാഭിഷേകം ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. കാരണം എനിക്ക് അത്ര റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഇരിപ്പുണ്ട്. ഞാനപ്പോൾ ചോദിക്കുന്നുണ്ട്, ജോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, മണം കിട്ടുന്നുണ്ടോ ചേട്ടാ? അപ്പം ആൾക്ക് കിട്ടിയില്ല, എനിക്ക് മാത്രമാണ് അത് കിട്ടിയത്. ആ ഒരു സുഗന്ധാഭിഷേകം കുറച്ച് സെക്കൻഡ്സിന് ലാസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കത് റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. എങ്കിലും എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഞാൻ അപ്പോഴേക്കും പോയി ജനലൊക്കെ ഞാൻ നോക്കുക, ഞാൻ പുറത്തുനിന്നെങ്ങാനോ ആണോ ഈ മണം വരുന്നത് എന്ന്. പക്ഷേ ഒരിക്കലും അല്ലായിരുന്നു. മാതാവ് അപ്പോൾ എനിക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് എനിക്ക് ആ ഒരു അനുഗ്രഹം അതെനിക്ക് റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. മാതാവിനും ഈശോയ്ക്കും വീണ്ടും നന്ദി പറയുന്നു. ഞാൻ ഇന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നിയോഗങ്ങളായിട്ട് ഞാൻ അധികം കാര്യങ്ങളൊന്നും തന്നെ വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് മാതാവിൻ്റെ ആ ഒരു സാമീപ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം. ഞങ്ങൾ വേറെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിസിക്കൽ കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾ ഹോളി സ്പിരിറ്റിൻ്റെ ബ്ലെസ്സിങ്ങിനും അതുപോലെ ഞങ്ങളുടെ ഫാമിലിക്കുള്ള പ്രൊട്ടക്ഷനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ എപ്പോഴും യാചിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാം. ആൾക്കുണ്ടായ അനുഭവങ്ങൾ ആൾ തന്നെ ഷെയർ ചെയ്യും. എൻ്റെ പേര് ജോൺ വർഗീസ്.
ഞാനൊരു വൈദ്യ വിദ്യാർത്ഥിയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഓൾറെഡി ഒരു ഭക്തി മാർഗത്തിലൂടെ തന്നെയുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തപ്പോൾ ഞാനതിൽ ഉടമ്പടിയിൽ ചേർന്നില്ല. തുടക്കത്തിലൊന്നും എനിക്കതിൽ വലിയ താല്പര്യം എനിക്ക് തോന്നിയില്ല. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അത്ര നല്ല ഇതൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ഓർത്തു ഇതൊക്കെ പലരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്, അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. അതിനുശേഷം ഭാര്യയെ ഉടമ്പടി എടുത്തു. അതിനുശേഷം ദർശനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് എന്നെ ശരിക്കും പിടിച്ചൊന്ന് ഒലച്ച പോലെ തന്നെയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇത്രയും നാൾ പ്രാർത്ഥിച്ച എനിക്ക് ഇതുവരെ ഒരു ദർശനമോ ഒരു സാമീപ്യമൊന്നും തന്നിട്ടില്ല. ഇന്നലെ എടുത്ത എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തല്ലോ എന്ന് ഞാൻ മനസ്സിലോർത്തു. പക്ഷേ പിറ്റേ ദിവസം മുതൽ ഞാൻ ഭാര്യയുടെ കൂടെ ഈ ഉടമ്പടി ജീവിതത്തിലോട്ട് ഞാൻ വന്നു. ഉടമ്പടി എടുത്തില്ല, ഉടമ്പടി ജീവിതത്തിൽ രാവിലത്തെ പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തനങ്ങളും ആ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്ന് മുതൽ ആ ഉടമ്പടി ജീവിതത്തിലോട്ട് വന്നു, അന്ന് മുതൽ എല്ലാ ആഴ്ചയും മിക്ക ദിവസവും ആകാശത്ത് ഞാൻ മഴവില്ല് കാണാൻ തുടങ്ങി. മഴവില്ല് ഫുള്ളല്ല, ഒരു ക്വാർട്ടർ ഭാഗം മാത്രം എപ്പോഴും കാണും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറയും ഇന്നും മഴവില്ല് കണ്ടു. അപ്പോൾ ഇവരെല്ലാവരും ചോദിക്കും എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ ഒരു ദിവസം എൻ്റെ മകൻ ചോദിച്ചു, അപ്പൻ ഇനി എന്നാണ് ഉടമ്പടി എടുക്കുന്നത്, ഫുൾ റെയിൻബോ കാണുകയാണെങ്കിൽ എടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഉറപ്പായിട്ടും ഫുൾ റെയിൻബോ കാണുകയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതായിരിക്കുമെന്ന്. അതൊരു തേഴ്സ്ഡേ ആണ്. അത് കഴിഞ്ഞ് സാറ്റർഡേ എനിക്കൊരു എക്സ്ട്രാ വർക്ക് വന്നപ്പോൾ ഞാൻ ഓഫീസിലോട്ട് പോവുകയായിരുന്നു. മോർണിംഗ് 7 o'clock. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മഴവില്ല് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആകാശം വിരിഞ്ഞ് നിൽക്കുന്ന ഇത്രയും വലിപ്പമേറിയൊരു മഴവില്ല്. അത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒത്തിരി ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. വാഹനത്തിലിരുന്ന് തന്നെ ഞാൻ കൊന്ത ചെല്ലാൻ തുടങ്ങി. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ സൺഡേ ജൂൺ 15 സൺഡേ ഞാൻ ഉടമ്പടിയിലോട്ട് ഓൺലൈൻ ഉടമ്പടി ഞാനും എടുത്തു. പക്ഷെ ഞാൻ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല. ആകെ 3 കാര്യമേ ചോദിച്ചുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ബ്ലെസ്സിങ്സ്, അതുപോലെ മാതാവിൻ്റെ ആ ശക്തമായ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഈ ഉടമ്പടി നന്നായി പാലിക്കുവാനുള്ള ഒരു കൃപാവരം. അത് 3 കാര്യമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. ആ ഉടമ്പടി എടുത്തതിന് ശേഷവും എനിക്ക് സ്ഥിരമായി തന്നെ മഴവില്ലിൻ്റെ സാന്നിധ്യത്താൽ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കാണുകയുണ്ടായി. ഞാൻ എപ്പോഴെല്ലാം ട്രാവൽ ചെയ്യുന്നുവോ, ആ ദൂരയാത്രകൾ ചെയ്യുന്നു, അപ്പോഴെല്ലാം ആകാശത്ത് എൻ്റെ വലത്തെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ മുന്നിലായിട്ടോ മഴവില്ല് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങളുള്ളത് സിഡ്നിയിലാണ്. അപ്പോൾ ഞാൻ സിഡ്നിയിൽ നിന്ന് കാൻബറ ഒരു വർക്ക് സംബന്ധമായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വാഹനത്തിൻ്റെ നിയന്ത്രണം പോയി. ഞാൻ നോക്കുമ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മറയുന്ന പോലെയോ എന്തോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ബ്ലാങ്ക് ഔട്ടായി. പക്ഷേ ആരോ പിടിച്ചു നിർത്തിയതുപോലെ തന്നെ ആ വാഹനം നിന്നു. വാഹനം റോട്ടിൽ നിന്ന് മണ്ണിലോട്ട് ഇറങ്ങി സമാധാനമായിട്ട് നിന്നു. എനിക്കറിയില്ല ആരാണ് പിടിച്ചു നിർത്തിയതെന്നോ. ഞാൻ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തതായിട്ട് എനിക്ക് യാതൊരു ഓർമ്മയില്ല. കാരണം സ്റ്റിയറിംഗ് പോലും എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ കണ്ടത് ആകാശത്ത് വീണ്ടും മഴവില്ല്. അത് ഏകദേശം ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് ഒരു മങ്ങിയ തരത്തിൽ ചെറിയ ഒരു മഴവില്ലാണ് കണ്ടത്. ഞാൻ അപ്പോൾ തന്നെ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. കാരണം ഞാൻ ശക്തമായി വിശ്വസിക്കുകയാണ് മാതാവും ഈശോയും കൂടി തന്നെയാണ് എന്നെ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. അതിനെല്ലാം ഒത്തിരി നന്ദി പറയുകയാണ്. ഇതാണ് എൻ്റെ ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ എൻ്റെ നേട്ടങ്ങളെല്ലാം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളുണ്ടായാലും ജീവിതത്തിൽ ഒരു വലിയൊരു സമാധാനവും സന്തോഷവും അത് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് എനിക്ക് ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം വന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ. അതിനെല്ലാമായിട്ട് ഒത്തിരി നന്ദി ഞാൻ ഈശോയോടും മാതാവിനോടും പറയുകയാണ്. എല്ലാത്തിനും നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഹോംലെസ് പേഴ്സൺസൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുക, അതുപോലെ പൈസ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തത്. പിന്നെ മാതാവിനെക്കുറിച്ച് പറയാനായിട്ട് എന്തൊരവസരം വന്നാലും ഞാനത് മിസ്സാക്കാറില്ല.
എപ്പോൾ ഒരു ചാൻസ് കിട്ടിയാലും അത് ആരോടാണെങ്കിലും ഞാനത് സ്ഥിരമായിട്ട് ഞാൻ ആ സാക്ഷ്യം പോലെ ഞാൻ പറയും. എൻ്റെ ഭാര്യയ്ക്ക് വന്ന അനുഭവങ്ങളും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അവിടെയുള്ള കൂടുതലും ഉള്ള ഓസ്ട്രേലിയൻസിനോടൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈവൻ കുമ്പസാരിക്കാൻ പോകുമ്പോഴും ആ കുമ്പസാരിപ്പിക്കുന്ന വൈദികരോട് വരെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും അവർ അതിനെക്കുറിച്ച് ഒത്തിരി സന്തോഷത്തോടെ കേൾക്കുവാൻ തയ്യാറാവുകയും. എൻ്റെ പേര് ഷൈനി സ്റ്റീഫൻ. ഞാൻ താമരക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. പരിശുദ്ധമായ ആൾത്താരയിൽ 2ാമത് പ്രാവശ്യമാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. 2022 നവംബർ 22-ാം തീയതിയാണ് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 9ാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം ഞാൻ പുതുക്കിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ധാരാളമായി നൽകിയ അനുഗ്രഹങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. എൻ്റെ മകൻ UK-യിൽ 2020 മുതൽ അവൻ UK-യിൽ വർക്ക് വിസയിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവൻ്റെ അതല്ലാത്ത കാരണത്താൽ അവൻ്റെ വിസ നഷ്ടപ്പെടുകയും അവന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. അപ്പോൾ അവൻ എപ്പോഴും വിളിച്ച് എന്നോട് പറയുമായിരുന്നു, അമ്മ ഞാൻ തിരിച്ചു പോരും, അവന് അതിനകത്ത് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, ജോലി ചെയ്യാൻ തടസ്സമാണെന്ന് പറഞ്ഞു. എന്തായാലും മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അമ്മ അവനെ അവിടെ തന്നെ പിടിച്ചു നിർത്തണമേ. അതിൻ്റെ ഫലമായിട്ട് അവന് നല്ലൊരു ജോലി ലഭിച്ച് അവനതിൽ ഒരു കുഴപ്പവും കൂടാതെ ഇന്ന് അവർ 2 പേരും അവിടെ ജോലി ചെയ്യുന്നു. അതിന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അമ്മ മാതാവ് ഏപ്രിൽ 17-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് മാതാവ് അവന് വിസ ലഭിക്കണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അന്ന് തന്നെ ഞങ്ങൾ പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു. ആ ദിവസം തന്നെ എൻ്റെ മകനും വിസ കിട്ടുകയും അവർക്കിന്ന് സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ്. ഒരു കുഴപ്പം കൂടാതെ ഇന്ന് അവനവിടെ ഒരു ബസ് ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതിന് വളരെയേറെ തടസ്സങ്ങളാണ്. ഒത്തിരി 6 ഇൻ്റർവ്യൂ, 6 ടെസ്റ്റ്. ഓരോ സമയത്തും അവൻ എന്നോട് വിളിച്ചു പറയും, അമ്മേ ഇന്ന് ടെസ്റ്റാണ്, ഇന്ന് ഇൻ്റർവ്യൂ ആണ്. അപ്പം ഞാൻ ഉടമ്പടി വസ്തുക്കൾ അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ഉപ്പ് വിതറി തൈലം തൂത്തുപോയി പ്രാർത്ഥിക്കും. നിസ്സാര കാരണങ്ങൾക്ക് പോലും അവരെ റിജക്റ്റാക്കി വിടും. എന്തായാലും അമ്മ മാതാവ് അവനെ തിരഞ്ഞെടുത്തു. അവൻ ആ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി, ടെസ്റ്റും ഒരു കുഴപ്പവും കൂടാതെ പാസ്സായിട്ടാണ് ഇന്ന് അവിടെ ബസ് ഓടിക്കുന്നത്. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, വർഷങ്ങളായി ഞങ്ങളുടെ ജീവിതമാർഗമായിട്ട് ഞങ്ങൾക്കൊരു കട തുടങ്ങുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഒത്തിരി തടസ്സങ്ങളായിരുന്നു ആ കട തുടങ്ങുവാൻ വേണ്ടിയിട്ട്. ചെറിയ തോതിൽ ഞങ്ങളെക്കൊണ്ട് സാധിക്കുകയില്ലായിരുന്നു. എന്തായാലും ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു കട ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ, ഏറെ ദൂരമില്ല, 2 കിലോമീറ്റർ അകലെ മാത്രമായിട്ട് ചെറിയൊരു കട, ഒരു ബേക്കറി തുടങ്ങാൻ സാധിച്ചു. ഇന്ന് അവിടെ ഞങ്ങൾക്ക് ബേക്കറിയും പലചരക്കും എല്ലാ സ്റ്റേഷനറി എല്ലാം കൂടി ആയിട്ട് നല്ല രീതിയിൽ അമ്മ മാതാവ് അത് മുൻപോട്ട് പോകുന്നു. അതുപോലെ തന്നെ എൻ്റെ മകള്, ഞാൻ കടയിൽ പോകുമ്പോൾ ഇവൾക്ക് SLC പരീക്ഷയുടെ സമയമായിരുന്നു. ആ സമയത്ത് ഇവൾ പഠിക്കാൻ ഉഴപ്പിയിരിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ കടയിൽ പോകും, വൈകുന്നേരമാണ് ഞാൻ കടയിൽ നിന്ന് വരുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറയും, എൻ്റെ അമ്മ ഞാൻ പോകുവാണ്, എനിക്ക് എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ സമയമില്ല, അമ്മ തന്നെ ഇവളുടെ കാര്യം നോക്കണം, ഇവളിരുന്ന് പഠിക്കാൻ അമ്മ തന്നെ അവളെ ഒരുക്കണം. എന്തായാലും പരീക്ഷയ്ക്ക് അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ 7 A+ഉം 2 Aയും 1 B+ നൽകി എൻ്റെ ദൈവമാതാവ് അവളെ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ 5 സഹോദരങ്ങൾ ഒന്നിച്ചു കൂടിയാണ് ഞങ്ങൾ ഇവിടെ പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കുന്നത്. ഒരു ചെറിയ കാരണത്താൽ ഒരു സഹോദരൻ അതിൽ പങ്കെടുക്കാതിരുന്നു. അപ്പോൾ ഓരോ വർഷവും പോകുമ്പോൾ മാതാവേ ഈ പ്രശ്നമൊന്ന് പരിഹരിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചൊന്ന് അപ്പം മുറിക്കാനായിട്ട് അമ്മ തന്നെ അതിൽ ഇടപെടണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷത്തെ പെസഹ വ്യാഴാഴ്ച ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഒന്നിച്ച് അപ്പം മുറിക്കാൻ ആചരിക്കുകയും ചെയ്തു. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 15-ാം തീയതി എൻ്റെ മകന് വണ്ടി ഓടിക്കുന്ന സമയത്ത് അവന് ശക്തമായ കാലിൽ ഭയങ്കര വേദനയായിരുന്നു. ആ വേദന വന്നിട്ട് അവന് കാല് കുത്തുവാൻ പോലും സാധിക്കുന്നില്ല. അവന് എപ്പോഴും എന്നെ വിളിച്ച് കട്ടിലേ കിടന്നുകൊണ്ടാണ് വിളിക്കുന്നത്, ഭയങ്കര വേദനയാണ്. ബസ് ഓടിക്കാൻ പോയിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ച് വിളിച്ചു പറഞ്ഞു, എനിക്കൊണ്ട് ഓടിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കാലിന് നട്ടലിൻ്റെ അവിടെ നിന്ന് വേദനയാണ് ഇറങ്ങുന്നത്. എല്ലാവർക്കും അറിയാം UK-യിൽ നമ്മൾക്കൊരു ഡോക്ടറെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ അവനെ പെട്ടെന്ന് അവിടെ പോയി കണ്ടു. അവർ പറഞ്ഞു MRI എടുക്കണമെങ്കിൽ 6 മാസം കഴിയും. അവന് വേദനയിട്ട് സഹിക്കത്തുമില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതി
ആരാധനയുടെ സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മ ഞങ്ങളെ ആംബുലൻസിൽ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്, അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ കടയിൽ നിന്ന് അപ്പോൾ 5 മണിയായപ്പോൾ ഞാൻ കടയിൽ നിന്ന് വേഗം വീട്ടിലേക്ക് പോയി. TV-യിൽ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്തു. 2 നീലത്തിരയും പച്ചത്തിരയും കത്തിച്ചു വെച്ചാണ് ഞാൻ ആരാധനയിൽ പങ്കെടുത്തത്. എൻ്റെ അമ്മേ, വേറെ ആരുമില്ല ഞങ്ങൾക്ക്. അമ്മേ, സഞ്ചാരി മാതാവേ, അങ്ങേ എന്നവനെ സുഖപ്പെടുത്തണമേ, അല്ലാതെ ഇവിടെ ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അമ്മയും തിരുക്കുമാരനും കൂടി എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും നാളും ഈ ഉടമ്പടി ആരാധന കൂടിയിരുന്നത്. ഉടമ്പടി ആരാധന എല്ലാ പ്രാവശ്യം കൂടും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൂടും, കടയിലായിരിക്കും. അപ്പം ഞാൻ ചെവിയിൽ ഇതൊക്കെ വെച്ചാണ് കൂടിക്കൊണ്ടിരുന്നത്. അന്ന് ആദ്യമായിട്ട് ഞാൻ കരഞ്ഞ് മുഴുവൻ സമയം 2.5 മണിക്കൂറും മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ ആംബുലൻസിൽ പോയ കുഞ്ഞ് തിരിച്ച് നടന്നു വന്നവൻ്റെ വീട്ടിൽ അവൻ വരണം, അമ്മ അതിനിടയാക്കണമേ എന്ന്. ഞാൻ ആരാധന കഴിഞ്ഞ് 7:30 ആയപ്പോൾ, 8 കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങളിവിടെ തിരിച്ചു വന്നു, വേദനയ്ക്ക് നല്ല കുറവുണ്ട്, ഞാൻ കാല് ചവിട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, എനിക്കൊരു വേദനയുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യാനായിട്ട് മാതാവേ അമ്മ തന്നെ ഇവിടെ കൊണ്ടുവന്ന് തരണമേ മകനെ, ഒരു കുഴപ്പവും കൂടാതെ. അവിടെ നിന്ന് വരുമ്പോൾ 2 ദിവസത്തെ യാത്രയൊക്കെ ഉണ്ട്, പെട്ടെന്ന് അവർ പോകുമ്പോൾ എങ്ങനെയാകും എന്നൊക്കെ ഓർത്ത് എനിക്ക് വളരെ പേടിയായിരുന്നു. അമ്മ മാതാവ് തന്നെ അവരെ ഒരു കുഴപ്പവും കൂടാതെ 26-ാം തീയതി രാവിലെ തന്നെ അവർ ഇവിടെ എത്തിച്ചു. ആശുപത്രിയിൽ പോയി സയാട്ടിക്ക എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു. അതിനൊരു വേറെ മരുന്നൊന്നും കാര്യമായിട്ടൊന്നും മരുന്നില്ല, ചെറിയൊരു മരുന്ന് കൊടുത്തു. പിന്നെ എക്സസൈസ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ മാസം 20-ാം തീയതി അവർ തിരിച്ചു പോവുകയാണ്. അതുപോലെ 6-7 വർഷം മുൻപ് ഞാൻ സ്വപ്നത്തിൽ ഒരു അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഈ മാതാവിന് ഈ പ്രാർത്ഥന ഈ പാട്ട് എപ്പോഴും നീ പാടണം, എല്ലാ ദിവസവും പാടണം, മാതാവിന് അത് ഏറ്റവും ഇഷ്ടമാണ്. ഞാൻ ആ അച്ഛനെ അറിയോ ഇല്ല, ആകപ്പാടെ ഒരു ചെറിയ താടിയുണ്ട് അച്ഛന്, ഒരു വെള്ള ലോഹയിട്ട് ഒരു അച്ഛനാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഇതിനു മുമ്പ് ഞാൻ ഈ കൃപാസനെന്നോ ഇവിടുത്തെ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ 2022 ഒന്നും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു, ഈ അച്ഛനെയാണല്ലോ ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ടത്. പക്ഷേ അന്നേരം എനിക്ക് സംശയം, അന്നേരം നമ്മുടെ അച്ഛനിട്ടിരുന്ന ഡ്രസ്സ് ക്രീം കളറായിരുന്നു, പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കണ്ട വേഷം വെള്ള ഉടുപ്പായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി ആരാധനകൾ എല്ലാ ദിവസവും പതിവായി കാണും. പഴയ ആരാധനകളെല്ലാം നോക്കിയപ്പോൾ അതിനകത്ത് അച്ഛൻ വെള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത്. എനിക്ക് വളരെ സന്തോഷമായി. ഈ അച്ഛനെ തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ യാതൊരു കുഴപ്പവും കൂടാതെയൊക്കെ അങ്ങ് പോയി. രണ്ടാമത് ഞാൻ പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ ഒരു രൂപം മേടിച്ചു. അപ്പോൾ തന്നെ എനിക്ക് സുഗന്ധ അനുഭവം എനിക്ക് ഉണ്ടായി. ആ സുഗന്ധാനുഭവം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി, മക്കൾക്കും. പക്ഷേ പപ്പായ്ക്ക് കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ കാറിൽ തിരിച്ചു പോകുമ്പോൾ വീണ്ടും 2 പ്രാവശ്യമാണ് ആ സുഗന്ധാനുഭവം ഞങ്ങൾക്കുണ്ടായത്. അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ആരും ആശുപത്രിയിൽ പോലും പോകുകയില്ല. പപ്പ പെട്ടെന്ന് പറയും, നീ ആ തൈലം ഒന്ന് തൂത്താൽ മതി, ഉപ്പിട്ട് തന്നാൽ മതി, വെള്ളം തന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥകൾ. ഈ ഉടമ്പടി തൈലവും ഉപ്പും തേനുമാണ് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉപയോഗിക്കുന്നത്. തേൻ തേച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ പുറത്തേക്ക് ഷോപ്പ് തുറക്കാൻ പോകുന്നത്, എല്ലാവരും പ്രാർത്ഥിച്ച്. അതുപോലെ 4-5 പ്രാവശ്യമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കടയിലെ തിരക്ക്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നു. എനിക്ക് ഇവിടെ വന്ന് പോകാനായിട്ട് സമയക്കുറവ്, കൊണ്ടുവരാൻ ആളില്ല, കടയിൽ പപ്പയ്ക്ക് പോകണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ തന്നെ ഇതിനകത്ത് ഇടപെടണം, അല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. എന്തായാലും അന്ന് തന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ വെളുപ്പിന് സമയമായപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിൽ. എനിക്കറിയത്തില്ല, ഞാൻ കാണുമ്പോൾ എൻ്റെ ഗേറ്റ് കിടന്ന് എൻ്റെ ഈ അമ്മ മാതാവ് ഒരു വടിയും കുത്തിപ്പിടിച്ച് വന്നിട്ട് ഷൈനി ഷൈനി എന്നാണ് വിളിക്കുന്നത്. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഏൽക്കുന്നത്. അത് കേട്ട് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ കുലുക്കി വിളിച്ചു എൻ്റെ ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ പിള്ളേരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിള്ളേർ ഒന്ന്, പപ്പ അന്നേരം വിളിച്ചല്ലോ, മാതാവ് വന്ന് എന്നെ പറഞ്ഞതെന്നും കൂടെ കേൾക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ എന്നെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നു. അതിൽ പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാതിരിക്കാനായിട്ട് ഒരു കുഴപ്പവുമില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ മുടങ്ങാതെ വന്ന് ഉടമ്പടി പുതുക്കുന്നു. 1 കിലോമീറ്റർ പോലും നടക്കാൻ സാധിക്കാത്ത എനിക്ക് അഖണ്ഡ ജപമാല റാലി കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കുഴപ്പവും കൂടാതെ, എൻ്റെ കാലിന് ഭയങ്കര മുട്ടുവേദനയും നടുവേദനയാണ്,
ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് നടക്കാൻ പറ്റി. ചില സമയങ്ങളിൽ ഞാൻ തളരുന്ന സമയത്ത് അമ്മയുടെ സുഗന്ധ അനുഭവം ആണ് എന്നെ താങ്ങി നിർത്തി ഞാൻ തീരുന്നത് വരെ അങ്ങ് പള്ളിയിൽ പോയി എല്ലാം കഴിഞ്ഞാണ് തിരിച്ചു പോകുന്നത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് നൽകിയിട്ടുണ്ട്. ഇനി ഒത്തിരിയേറെ പറയാനുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകുന്ന എല്ലാ പത്രങ്ങളും അമ്മയെ അറിയാവുന്നവർക്ക് കൊടുക്കാതെ അമ്മയെ അറിയത്തില്ലാത്ത അക്രൈസ്തവരായവർക്ക് പിന്നെ കടകളിൽ കയറിയിട്ട് വെച്ച് കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് വാൻ സെയിലുണ്ട്. അപ്പോൾ പപ്പ അവിടെ കടവഴി എല്ലാം കൊണ്ട് കൊടുക്കും. അറിയാത്തവരെ ഞങ്ങൾ അറിയിക്കും. പിന്നെ കൊച്ചു സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കും. പിള്ളേർക്കെല്ലാം കൊണ്ട് കൊടുക്കും. കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് 2 വർഷമായിട്ട് ഞാൻ ഒരു കെയർ ഹോമിൽ അവരെ പോയി ശുശ്രൂഷിക്കാറുണ്ടായിരുന്നു. രാവിലെ 6 മണിയാകുമ്പോൾ പോകും. അവരെ കുളിപ്പിക്കും, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും. അവിടെ എല്ലാം അടിച്ചു വാരി ബാത്റൂം വരെ ഞങ്ങൾ ക്ലീൻ ചെയ്യും. എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അതുപോലെ അവിടുത്തെ 65 അന്തേവാസികളുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയൻ്റെ ഭാര്യയും കൂടി 65 പേർക്ക് ഞങ്ങൾ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായം ചോദിക്കുന്ന എല്ലാവർക്കും ഒരു മടിയും കൂടാതെ സഹായിക്കാനുള്ളൊരു സന്മനസ് ഞങ്ങൾക്ക് നൽകി. ആത്മീയമായിട്ടും ഈ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ എനിക്ക് 54 വയസ്സിനോടിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് മുഴുവൻ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ സാധിച്ചു. പുതിയ നിയമം 2ാമത് പ്രാവശ്യമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. പിന്നെ ഓരോ കാര്യത്തിനും കുർബാനയ്ക്ക് പോകാനും ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ എൻ്റെ കൊച്ച് ഇപ്പോഴാണ് മാത്രമാണ് തടസ്സങ്ങൾ വരുന്നത് സ്കൂളിൽ പോകുന്നതുകൊണ്ട്. എന്നാലും ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ദേവരയിലാണ് സ്ഥലം. ഞാൻ 2021 ഒക്ടോബർ 2-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അപ്പം ഞങ്ങൾ കൊറോണയുടെ സമയത്തായതുകൊണ്ട് ഇവിടെ പള്ളി തുറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനും ഹസ്ബൻഡും കൂടി എല്ലാ ദിവസവും ഈ പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നപ്പം ഈ പള്ളി തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അന്ന് ഫ്രണ്ടിൽ എഴുതിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റുന്നത്. അപ്പം ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ അവിടെ എഴുതാനിരുന്ന ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ UK പോകാൻ പോകുവാണോ എന്ന്. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അപ്പം ഞങ്ങൾക്ക് വിദേശത്ത് പോയാൽ നല്ലതാണ് എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ ഉടമ്പടിയിൽ ആവശ്യങ്ങൾ എഴുതിയപ്പോൾ ഞങ്ങൾക്ക് UK പോകണം എന്നെഴുതി. അതെങ്ങനെ പോകും ഒന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അമ്മയുടെ ഉടമ്പടിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിയപ്പോൾ ഇത് ഞങ്ങൾ എഴുതി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾ ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഏജൻസി മുഖേന എനിക്കൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ വന്നു. പക്ഷെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ഏജൻസി പൂട്ടിപ്പോയി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ധനനഷ്ടം ഉണ്ടായി. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. എനിക്കൊന്ന് അച്ഛനെ കണ്ട് ഒരു മെസ്സേജ് എടുത്തിരുന്നെങ്കിൽ എന്ന് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ മാനേജർ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അവരെ കയറ്റി വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നിനക്ക് പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, എനിക്കിനി പോകണം എന്നില്ല. അപ്പം ഞാൻ പൈസ തിരിച്ച് കിട്ടിയാൽ മതി. അപ്പം ഞാൻ തിരിച്ച് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി പോകാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ പാസ്പോർട്ട് വാങ്ങിയിട്ട് മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ടുപോയി മുട്ടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, നിനക്ക് പൈസ മാത്രം തിരിച്ച് കിട്ടിയാൽ മതിയോ, നീ ആഗ്രഹിച്ചെടുത്ത് നിനക്ക് എത്തണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണീരോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക. കാരണം എനിക്കിനി എന്ത് പറയണം എന്നെനിക്കറിയില്ല. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താണോ ആഗ്രഹിച്ചത് അവിടെ പരിശുദ്ധ അമ്മ നിന്നെ എത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പത്രം വാങ്ങി എല്ലായിടത്തും ഞങ്ങൾ എറണാകുളം ഹോസ്പിറ്റൽ, തൃപ്പൂണിത്തറ ഹോസ്പിറ്റൽ, കൂടാതെ പെരുമ്പാവൂർ, തൊടുപുഴ, ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പത്രമായിട്ട് പോകും, എല്ലാവർക്കും കൊടുക്കും. എൻ്റെ ഹസ്ബൻഡ് തമിഴ് പേപ്പറൊക്കെ വാങ്ങി കോയമ്പത്തൂരൊക്കെ കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് എല്ലാവർക്കും കൊടുക്കും. ഞങ്ങളുടെ മുമ്പിൽ സഹായം ചോദിച്ചു വരുന്ന ആരെയും ഞങ്ങൾ നിരാശപ്പെടുത്താറില്ല. അങ്ങനെ ഉടമ്പടിയിൽ തുടർന്നിരിക്കെ 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ അച്ഛനെ കണ്ട 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ആ സമയത്ത് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ നല്ല ഭയം ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. ഉപ്പ് ഞാൻ ആ സിസ്റ്റത്തിൽ ഫുള്ള് വിതറി തൈലം വെച്ച് സിസ്റ്റത്തിൽ കുരിശ് വരച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരുന്നു.
അങ്ങനെ ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഓരോ ഉത്തരങ്ങളും എന്താണ് പറഞ്ഞതെന്നും കൂടി എനിക്കറിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് അവർ പറയുന്നത് ശരിക്കും മനസ്സിലാകുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇംഗ്ലീഷിലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അതിനു മുമ്പൊക്കെ ഇവിടെയാണല്ലോ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ തൈലം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുരിശിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു സിസ്റ്റത്തിൽ. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് റിസൾട്ട് അറിയണ്ടേ? അപ്പോൾ 25 ക്വസ്റ്റ്യനാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അവരെൻ്റെ ചിരിച്ചുകൊണ്ട് ആ പേപ്പർ പൊക്കി പിടിച്ചിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, 24 നീ ശരിയായിട്ടാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്, നീ സെലക്റ്റഡ് ആണു എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്പോൺസർഷിപ്പ് വന്നു, വിസ വന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത നവംബറിലാണ്. ഡിസംബറിൽ തന്നെ ഞാൻ UK എത്തുകയും ചെയ്തു. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു കമ്പനിയിൽ തന്നെയാണ് ഞാൻ എത്തിയത്. അത് പരിശുദ്ധ അമ്മയുടെ ഒത്തിരി അനുഗ്രഹം. ഞങ്ങൾ 3 പേരും അവിടെ അമ്മയുടെ അനുഗ്രഹത്താൽ എത്തിപ്പെട്ടു. ഞങ്ങൾ അവിടെയും ഉടമ്പടിയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഉടമ്പടിയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും പിന്നോട്ട് പോയിട്ടില്ല. ഉടമ്പടി വസ്തുക്കളെല്ലാം മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 3 വർഷം കഴിഞ്ഞു. 3 വർഷത്തിൽ ഞങ്ങളൊരു GP അപ്പോയിൻമെൻറ്റ് പോലും എടുത്തിട്ടില്ല. എന്തു വന്നാലും പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലും തേനും മാത്രമാണ് ഞങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ആര് ലീവിന് വന്നാലും എന്നോട് എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് കൃപാസനം പേപ്പർ വാങ്ങിക്കൊണ്ട് വന്നാൽ മതി. പേപ്പർ കൊടുക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ അവിടെ കൂടുതലും കാത്തോലിക്കരില്ല. അപ്പം ഞാൻ പെന്തക്കോസ്തരാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് അവർക്ക് വായിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവരെൻ്റെ അടുത്ത് ആ പേപ്പർ ചോദിക്കും എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ വായിച്ചു കൊടുക്കും. ചിലർക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഞാൻ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പത്രം കൊണ്ടുവന്ന് തരാമെന്ന് പറയും. അങ്ങനെ ഉടമ്പടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ വിസ കാലാവധി തീരാറായി. അപ്പം കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾക്ക് സാലറി ഡിലേ ആയി. കമ്പനിയുടെ അകത്ത് എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇവരെൻ്റെ എക്സ്റ്റൻഷനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നുമില്ല. അങ്ങനെ 20 ദിവസം മാത്രം ബാക്കി നിൽക്കെ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്യുമ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു, പരിശുദ്ധ അമ്മേ, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ, എൻ്റെ മുമ്പിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ, 20 ദിവസമുണ്ട്, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കമ്പനിയിലുള്ളവർ എൻ്റെ അടുത്ത് ഒന്നും പറയുന്നില്ല. അവർ പുതുക്കി തരാമെന്നോ പറയുന്നില്ല, തരില്ലെന്നോ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഉടമ്പടി മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്ന് ഞാൻ പറയുന്ന ആ സെക്കൻഡ് തന്നെ അച്ഛൻ ആ പ്രാർത്ഥനയിൽ തിരിച്ചു പറയുവാണ്, പരിശുദ്ധ അമ്മയെ, ഉടമ്പടി മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് വിസ എക്സ്റ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കാര്യത്തിൽ മാതാവ് തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പം ഞാൻ കൃപാസനം പേപ്പർ എടുത്തിട്ട് പോകും. എനിക്ക് കിട്ടുന്ന ചെറിയ ബ്രേക്കിലെല്ലാം ഞാൻ എല്ലാ വഴിയിലൊക്കെ നടന്ന് കൃപാസനം പേപ്പർ കൊടുക്കും. ഞാൻ വായിച്ചു കൊടുക്കും. കാരണം വെറുതെ കൊടുത്താൽ അവർ വാങ്ങില്ല. വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ അവരെന്തായാലും എൻ്റെ അടുത്തുനിന്ന് വാങ്ങും. അപ്പം ഞാനത് വായിച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ കമ്പനിയിൽ നിന്ന് 20 ദിവസമേ ബാക്കിയുള്ളൂ. എൻ്റെ കമ്പനി മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വൈകുന്നേരം ഒന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഉപ്പും തൈലും എല്ലാം എൻ്റെ കയ്യിൽ കരുതി. കാരണം അവരെന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം വിസ തരില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഇനി ഒരു ഓപ്ഷനില്ല. കാരണം 20 ദിവസം അല്ല 20 മാസം ഉണ്ടെങ്കിൽ പോലും പുതിയൊരു സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പോസിബിൾ അല്ല. അപ്പോൾ ഈ 20 ദിവസത്തിൽ അവരെന്താണ് എൻ്റെ അടുത്ത് പറയാൻ പോണതെന്ന് എനിക്കറിയില്ല. കാരണം കമ്പനിയുടെ അകത്ത് കുറച്ച് ഇഷ്യൂസ് ആ സമയത്തുണ്ട്. കുറച്ച് കംപ്ലയിൻസ് എല്ലാം അതോറിറ്റിയിലേക്ക് പോകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഉപ്പെടുത്തിട്ട് പോയി. അപ്പം ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ രജിസ്റ്റേർഡ് മാനേജർ അവിടെ സിസ്റ്റത്തിൽ നോക്കിയിരിക്കുവാണ്. അപ്പം ഇവർ കാണാതെ തന്നെ ഞാൻ കുറച്ച് ഉപ്പെടുത്തിട്ട് ആ സിസ്റ്റത്തിൽ ആ ബട്ടണിലോട്ട് അങ്ങ് ഞാൻ വിതറി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൈലത്തിൽ ഞാൻ മുറുക്കി പിടിച്ചു. ലോക്കറ്റ് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഞാൻ കഴുത്തിലിട്ടതാണ്, ഞാൻ ഊരിയിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരെൻ്റെ മുഖത്തോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, നീ അരമണിക്കൂർ വെയിറ്റ് ചെയ്യും, നിൻ്റെ സ്പോൺസർഷിപ്പ് ഞങ്ങൾ ഇപ്പം തരാമെന്ന്. അങ്ങനെ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടി. ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു. അപ്പോഴും അവിടെ റൂളൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ സക്സസ്ഫുള്ളായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒക്ടോബർ 25 എൻ്റെ വിസ തീരും. അപ്പം ഞാൻ പരിശുദ്ധ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എന്തായാലും എനിക്ക് അമ്മയുടെ റാലിക്ക് വരണം. അപ്പം എനിക്ക് സന്തോഷത്തോടെ വരാൻ പറ്റണേ അമ്മ. കിട്ടിയില്ലെങ്കിലും ഞാൻ വരും. കാരണം ഉടമ്പടി എന്ന് പറയണത് വിസ കിട്ടുക എന്നുള്ളതല്ലല്ലോ, ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റുന്നതൊരു മഹാഭാഗ്യമാണ്. അപ്പം ഞാൻ കിട്ടിയില്ലെങ്കിലും വരും. പക്ഷേ അമ്മയുടെ റാലിയിൽ നടക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ നടക്കാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ വിസക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു ഡേറ്റ് ഇട്ടു, ഒക്ടോബർ 14 എനിക്ക് വിസ വരണേ അമ്മ, ഞങ്ങളുടെ 3 പേരുടെയും വരണേന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ നിൻ്റെ മാത്രമായിരിക്കും വരുന്നത്, ഡിപ്പെൻസിൻ്റെ അൺസക്സസ്ഫുള്ളായിട്ട് വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും
ഞാൻ അമ്മയിൽ ഉറച്ചു വിശ്വസിച്ചു, ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോയി. ഈ 13-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ 14-ാം തീയതിയാണ്, ഞാൻ ഡേറ്റ് ഇട്ടത് നാളെയാണെന്ന് പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ദയനീയമായിട്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. കാരണം ഒരു രാത്രിയേ ഉള്ളൂ. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇറങ്ങാൻ നേരത്ത് കൃപാസനം പേപ്പർ എടുത്തിട്ട് ഇറങ്ങി. എനിക്ക് പത്രം കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. പത്രം കൊടുക്കുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, അമ്മേനെക്കുറിച്ച് ഒരാളോട് പറയുമ്പം ഭയങ്കര സംതൃപ്തിയാണ്. അപ്പം ഞാൻ അന്നും പത്രം കയ്യിലെടുത്ത് ഇറങ്ങി. അങ്ങനെ 14-ാം തീയതി 11 മണിയായപ്പം ഞാൻ അമ്മയുടെ പ്രാർത്ഥന ഇങ്ങനെ മൊബൈലിൽ കേട്ടോണ്ടിരിക്കുമ്പം എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ മെയിൽ പോപ്പപ്പായിട്ട് മെസ്സേജ് വന്നു, നിൻ്റെ വിസ സക്സസ്ഫുള്ളാണ്, അതെല്ലാവരും 1 വർഷമൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് 3 വർഷത്തേക്ക് സക്സസ്ഫുള്ളായിട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ മാനേജറെ വിളിച്ചു പറഞ്ഞു, എൻ്റെ വിസ സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ആ ഫോണിൽ കൂടി ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു യുവർ കൃപാസന അമ്മ എന്ന്. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോഴും പറയും അവർ പെന്തക്കോസ്തരാണ്, പക്ഷെ ഞാൻ പറയും പരിശുദ്ധ അമ്മയാണ് എന്നെ നിലനിർത്തണേന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും ഞങ്ങൾക്ക് 3 പേർക്കും 3 വർഷത്തേക്ക് വിസ ഒരു തടസ്സവും കൂടാതെ എക്സ്റ്റെൻഡ് ആയിട്ട് വന്നു. എനിക്കാണെങ്കിൽ 1 രൂപ പോലും ചിലവായും ഇല്ല, എല്ലാ പൈസയും കമ്പനി തന്നെയാണ് വഹിച്ചത്. അപ്പം ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു നടുവിന് ഭയങ്കര വേദനയായിരുന്നു. ഞങ്ങൾ ഒരു മരുന്നും കഴിച്ചില്ല, വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ഒരുപാട് ഉഴിച്ചിലൊക്കെ നടത്തിയിരുന്നു, പക്ഷെ ഒരു ഗുണവും കണ്ടില്ല. അവസാനം ഞങ്ങൾ മരുന്നെല്ലാം നിർത്തി പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് അത് പരിപൂർണമായിട്ട് സുഖപ്പെട്ടു. ഹസ്ബൻഡിൻ്റെ തൊണ്ടയിൽ കുരു വന്നപ്പോഴും ബയോപ്സി ടെസ്റ്റിനെല്ലാം പറഞ്ഞിരുന്നു, അപ്പോഴും ആ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എല്ലാം പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ മാത്രമാണ്. കാരണം അവിടെ ഞങ്ങളൊരു GP അപ്പോയിൻമെൻറ്റ് പോലും എടുത്തിട്ടില്ല. ഒരു പല്ലുവേദന വന്നാൽ കൂടി ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ സെക്കൻഡിൽ തന്നെ മാറും. ഒരുപാട് അനുഗ്രഹങ്ങൾ 2021 മുതൽ ഞങ്ങൾ ഉടമ്പടിയിലാണ്. ഉടമ്പടിയിൽ വന്നതുകൊണ്ട് നമ്മൾക്കൊരു ധൈര്യം, പരിശുദ്ധ അമ്മ ഉണ്ടാകും, എന്ത് സംഭവിച്ചാലും അമ്മ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകും. പിന്നെ ഞങ്ങൾക്ക് വാക്കുകളില്ല, കാരണം അമ്മ ഓരോ സമയവും അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. മുല്ലപ്പൂ സുഗന്ധം എല്ലാം കിട്ടും. ഇതിനെല്ലാം മുമ്പ് 1-2 ആഴ്ച മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു കടൽപ്പുറം, അവിടെ ഒരു കപ്പേള, അതിൻ്റെ പുറത്ത് അച്ഛൻ നിൽക്കുവാണ്, VP ജോസഫ് അച്ഛൻ. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മാതാവ് അകത്തുണ്ട്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ കാര്യങ്ങളൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. മാതാവ് ഇറങ്ങി വന്നപ്പം അമ്മ 6 അടി പൊക്കമുള്ള ഈ കളർ ഉടുപ്പിട്ടിട്ട് അമ്മ ഇറങ്ങി വന്നു. അമ്മയുടെ ഒരു കണ്ണ് ഫുള്ള് കടലെരമ്പും പോലെയാണ് എനിക്ക് തോന്നിയത്, ഒരു കണ്ണ് സാധാരണ പോലെ. ആ അമ്മ തിരിഞ്ഞ് എന്നെ നോക്കിയിട്ട് എന്നെ തിരിഞ്ഞു നോക്കി അമ്മ മുഖം കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കും പോലെ ഒരു ആംഗ്യം കാണിച്ചിട്ട് അമ്മ അങ്ങ് വളരെ സ്പീഡിൽ നടന്നു. അമ്മയുടെ കയ്യിൽ കൊന്തയുണ്ട്, അതിൻ്റെ പുറകിൽ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ നടക്കുവാണ്. അമ്മയുടെ ഒപ്പം എത്താൻ ആർക്കും പറ്റുന്നില്ല, അത്രയും സ്പീഡിൽ അമ്മ കൊന്ത ചൊല്ലി നടക്കുവാണ്. ഞാൻ വെളുപ്പിന് 5:30 വരെ ഈ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. ഇത് സ്വപ്നമാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ഞാൻ പരിപൂർണമായ ഉറക്കത്തിലായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് അമ്മ അന്നേ നിശ്ചയിച്ചിരുന്നു ഞാൻ സന്തോഷത്തോടെ ജപമാല റാലിയിൽ പങ്കെടുക്കുമെന്ന്. എനിക്ക് വിസ പുതുക്കി കിട്ടിയില്ലെങ്കിലും ഞാൻ വരുമായിരുന്നു, കാരണം എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം. ഞാൻ ആ 14-ാം തീയതി തന്നെ ടിക്കറ്റ് എടുത്തു. ഞാൻ അമ്മയുടെ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം, ഈ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഞങ്ങളെ നയിക്കുന്നതും ഞങ്ങളെ പരിപാലിക്കുന്നതും പരിശുദ്ധ അമ്മയാണ്. ഈ ഒരു പരിഭാവനമായ അൾത്താരയിൽ കയറി നിൽക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് ഞങ്ങൾ രൂപപ്പെടുത്തുവാണ്. ഞങ്ങളെ ഉടമ്പടി എടുത്തേ പിന്നെ നമുക്ക് ചെറിയൊരു ദേഷ്യമുള്ള ആരെങ്കിലും കണ്ടാൽ കൂടി ഉള്ളിൽ ഭയങ്കര സ്നേഹം തോന്നും അവരോട്. അതെനിക്ക് മനസ്സിലാക്കാനേ പറ്റാറില്ല. എനിക്ക് ദേഷ്യം അങ്ങനെ അധികം ഇല്ല, എന്നാലും ചെറിയൊരു ദേഷ്യമുള്ളവരെ കണ്ടാൽ കൂടി അവരെ പോയി കെട്ടിപ്പിടിക്കുക. അതെങ്ങനെയാണ് അമ്മ അത്രയും രൂപപ്പെടുത്തി എടുത്തതെന്നാണ് എനിക്ക് അത്ഭുതം. ഇത്രയും സത്യമായ ഒരു ഉടമ്പടിയിൽ ഞങ്ങളുടെ കുടുംബത്തിനെ ജീവിതകാലം മുഴുവൻ അമ്മ നയിച്ചുകൊണ്ട് പോണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയത് കഴിഞ്ഞ മാസമായിരുന്നു. ഞാൻ ഇപ്പോൾ നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹയർ സെക്കൻഡറി പഠിപ്പിക്കണമെങ്കിൽ, ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ഹയർ സെക്കൻഡറി പഠിപ്പിക്കണമെങ്കിൽ
സെറ്റ് എന്ന് പറയുന്ന ഒരു യോഗ്യത പാസ്സാകേണ്ടത് ആവശ്യകതയാണ്. ഞാൻ എൻ്റെ PGയുടെ 2ാം വർഷം തൊട്ട് നമുക്ക് സെറ്റ് എഴുതാം. പക്ഷേ ഞാൻ 1ാം വർഷം തന്നെ വെറുതെ പോയിട്ട് എഴുതി. 2 പേപ്പറുണ്ട്, വെറുതെ പോയിട്ട് എഴുതിയതാണ്. ഒരെണ്ണം പാസ്സായി, ഒരെണ്ണം കിട്ടിയില്ല. അങ്ങനെ 2ാം വർഷം എഴുതാൻ വേണ്ടി അവസരം വന്നു. ഞാൻ എഴുതി. എനിക്ക് ആദ്യത്തെ വട്ടത്തെക്കാളും എനിക്ക് തീരെ മാർക്ക് കുറഞ്ഞു. 2 വിഷയവും ഞാൻ പാസ്സായില്ല. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ഹൈസ്കൂളിൽ എനിക്കൊരു UP സ്കൂളിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയി. UP സ്കൂളിൽ അവിടെ എനിക്ക് ജോലി കിട്ടിയില്ല. മറിച്ച് അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഹൈസ്കൂളിലേക്ക് വരുന്നുണ്ടോ ചോദിച്ചു. അങ്ങനെ ഞാൻ ഹൈസ്കൂളിലേക്ക് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും തന്നെ അവിടെ അങ്ങ് ദൂരെയായിരുന്നു. ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വലിയ പോകുന്നതിൽ എതിർപ്പായിരുന്നു. എനിക്ക് സിസ്റ്റർമാരൊക്കെ എങ്ങനെയെങ്കിലും അവന് വേറെ എവിടെയെങ്കിലും ചാടണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എനിക്ക് പെട്ടെന്നൊരു വിളി വരുന്നു, ജോമലെ താൽക്കാലികമായിട്ട് വരുന്നോ ചോദിച്ചു. ഞാൻ ഒന്നും നോക്കിയില്ല, അവിടെ ചെന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അടുത്ത എക്സാം സെറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട സമയമായി. സെറ്റ് എക്സാം രജിസ്റ്റർ ചെയ്തു. പഴയതുപോലെ തന്നെ ഒന്നും പഠിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് ഇനി 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം അവിടെയുള്ള ടീച്ചർമാർ, ഞാനും വേറെ എൻ്റെ പ്രായത്തിലുള്ള ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവനും പാസ്സായിട്ടില്ലായിരുന്നു. ഞാൻ 2 പേരോടും പറഞ്ഞു, സ്റ്റാഫ് റൂമിൽ ഇരിക്കണ്ട, നിങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ പീരീഡ് പോയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും നല്ല ഉഴപ്പന്മാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടി വന്നാൽ 1 മണിക്കൂറെങ്ങാനും ഒരു ദിവസം പഠിച്ചെങ്കിലായി. അങ്ങനെ 1.5 ആഴ്ച പോയി. ആകെക്കൂടെ ഒരു 2-3 വീഡിയോ കണ്ടു. അങ്ങനെ 2-3 വീഡിയോ കണ്ടു. സെറ്റ് എക്സാമായി. അന്നേരം ഞാൻ ഏത് എക്സാമിന് പോവുകയാണെങ്കിലും ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയൊരു പ്രാർത്ഥന, എത്ര നീലമാതാവിയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി, അതിനുശേഷം എൻ്റെ നാക്കിലും കണ്ണിലും നെറ്റിയിലും ഒക്കെ ആയിട്ട് അമ്മ എണ്ണ വരച്ച് കുരിശ് വരയ്ക്കുമായിരുന്നു. ഒരു ഉപ്പും കൈ പിടിക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടി തൈലം വെച്ച് എന്നെ കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോവാണ്. ഞാൻ നല്ല കൂളായിട്ടാണ് പോകുന്നത്. എല്ലാ വർഷവും ടെൻഷൻ അടിച്ചാണ് പോകുന്നത്. ഈ പ്രാവശ്യം ആദ്യമായിട്ട് കൂളായിട്ട് പോകുന്നു. അവിടെ എത്തുന്നു, സ്കൂളിലെത്തുന്നു, ഉപ്പ് വിതരുന്നു, എക്സാം എഴുതുന്നു. എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്കൊരു മനമാറ്റമൊന്നുമില്ല. ജയിച്ചെങ്കിൽ ജയിച്ചു, തോറ്റെങ്കിൽ തോറ്റു. ഈ 1.5 ആഴ്ച കൊണ്ട് ആകെ 3 വീഡിയോയും കണ്ടിട്ട് ഞാൻ പോയിട്ട് ഒന്നും നേടാൻ വേണ്ടി പോകുന്നില്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഇരിക്കെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ അതിനകത്തൊരു നിയോഗം എഴുതി വെച്ചാണ്, എനിക്ക് ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം പാസ്സാകണം. അങ്ങനെ ഇരിക്കെ ഞാൻ സ്കൂളിലുള്ള എൻ്റെ ചെറുപ്പക്കാരായ അധ്യാപകർ, കുറച്ചും കൂടെ പ്രായം ചെന്നവർക്കൊക്കെ പാസ്സായവരുണ്ട്. അന്നേരം അവർ പറഞ്ഞു, ഈ 1.5 ആഴ്ച കൊണ്ട് പഠിച്ചിട്ട് നീ എന്നാ പാസ്സാകാനാ? ഞാൻ അപ്പോൾ ഇവിടെ കൃപാസനത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം അവരെന്നോട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയതാണ്, അമ്മ മാതാവ് അനുഗ്രഹിച്ചാൽ ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം ഞാൻ പാസ്സാവും. അത് എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ റിസൾട്ട് വന്നു. ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയുന്നതിൻ്റെ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ChatGPTയിലും ജെമിനിയിലും ഒക്കെ, ഗൂഗിളിൻ്റെ ജെമിനിയിലും അടിച്ചു നോക്കി, കേരളത്തിലെ പൊളിറ്റിക്കൽ സയൻസ് എഴുതിയിൽ എത്ര ശതമാനം ആൾക്കാരാണ് ജയിച്ചതെന്ന്. 100-ൽ വെറും 7.30% ആൾക്കാരാണ് കേരള സെറ്റ് പൊളിറ്റിക്കൽ സയൻസ് ജയിച്ചത്. അതിൽ 27 പേരിൽ ഒരു വ്യക്തി ഞാനാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ശേഷം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ചെന്നു. ഇതേ അധ്യാപകൻ എന്നോട് ചോദിച്ചു, നീ പഠിച്ചിട്ടല്ലേ എഴുതിയത്? നേരത്തെ പറഞ്ഞു ഈ 1.5 ആഴ്ച കൊണ്ട് അത്ഭുതം തീർക്കാൻ പറ്റത്തില്ലാത്തവരാണ് പറഞ്ഞത്, ഇപ്പം നീ പഠിച്ചുകൊണ്ടല്ലേ ജയിച്ചതെന്ന്. ഞാൻ എത്രത്തോളം പഠിച്ചെന്ന് എനിക്കറിയാം. ഈ 3 മണിക്കൂർ കൊണ്ടോ ഒരു 2 ആഴ്ച കൊണ്ട് 4 മണിക്കൂറോടെ പഠിച്ചുകൊണ്ട് ഈ സെറ്റിൻ്റെ ഒരു സിലബസ് പോലും കംപ്ലീറ്റ് ആക്കത്തില്ലെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നേരെ BEd കഴിഞ്ഞിട്ടാണ് ഞാൻ PGക്ക് പോകുന്നത്. അതിനകത്ത് തന്നെ എനിക്ക് PG 2 വർഷം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ BEd ഉള്ള ഇതായതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ 3-ാം സെമസ്റ്റർ എനിക്ക് ഒരു വിഷയം ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ രാത്രി ഇരുന്നിട്ട് പപ്പനെ വിളിച്ചു. അവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പൊട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം പൊട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അന്നേരം പപ്പനെ വിളിച്ചു. അപ്പോൾ ഈ വിഷയം ഞാൻ എന്തായാലും പൊട്ടും. ഞാൻ ഭയങ്കര കരഞ്ഞിട്ട്, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊക്കെ വിളിക്കുന്നത്. ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ടൊന്നും വിളിക്കത്തില്ല. പിന്നെ ഞാൻ വീട്ടിലറിയുന്നത് അപ്പനെ എൻ്റെ ഈ കരച്ചിലൊക്കെ കാണണം. അപ്പം ആ ദിവസം ഭക്ഷണം പോലും കഴിച്ചില്ല. പക്ഷേ ഞാൻ കരയാൻ കാരണം എന്ന് വെച്ചാൽ അതുവരെയുള്ള ഞാൻ മുമ്പിൽ നടന്ന ചോദ്യപേപ്പറൊക്കെ എടുത്ത് നോക്കി. എനിക്കറിയാവുന്ന എത്ര ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്ന്.
എൻ്റെ മുമ്പേ നടന്ന പരീക്ഷയിൽ എനിക്ക് ആകെ ആ ചോദ്യപേപ്പറിൽ അറിയാവുന്ന 3 ചോദ്യങ്ങളായിരുന്നു. ആ 3 ചോദ്യങ്ങൾ അന്നേരം ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എന്തായാലും പൊട്ടുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഇരിക്കെ എൻ്റെ പരീക്ഷ ഞാൻ എഴുതി. ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള ചോദ്യമായിരുന്നു ആ ചോദ്യപേപ്പറിൽ വന്നത്. ആ വിഷയത്തിന് ഞാൻ A+ഓടെയാണ് പാസ്സായത്. അതേപോലെ തന്നെ എൻ്റെ PGയിൽ മറ്റൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഓരോ വട്ടം പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് പ്രത്യേകതയുണ്ട്. ഞാൻ അമ്മ മാതാവിൻ്റെ കാശ് രൂപ എപ്പോഴും കൈ പിടിക്കും. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ബെനഡിക്റ്റ് കുരിശും ഉണ്ടാവും. ഇത് രണ്ടും ഞാൻ ഒറ്റ കയ്യിൽ വെക്കും, പേന നടുക്കും വെക്കും. ഇങ്ങനെ ഞാൻ എഴുതുന്നത് കാണുന്നവർക്ക് ചിലർക്ക് കോമഡിയാണ്, പക്ഷേ ഇതാണ് സത്യം. അതേപോലെ തന്നെ ഒരു ചെറിയ കുരിശുണ്ടാവും. ആ കുരിശ് എപ്പോഴും എൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ ചെയ്തു. എൻ്റെ അമ്മ എപ്പോഴും എനിക്ക് എവിടെയെങ്കിലും ഒരു എക്സാമിന് പോകുമ്പോഴോ ഒരു മത്സരത്തിന് പോകുമ്പോഴോ എപ്പോഴും എന്നെ കുത്തിത്തരും. അതാരും കാണത്തില്ല. അങ്ങനെ എൻ്റെ കയ്യിലൊരു കാശ് രൂപമുണ്ട്, ഒരു ബെൻറ്റി കുരിശ്. രണ്ടും ഞാൻ ഈ ഒറ്റ റൈറ്റ് ഹാൻഡിൽ പിടിക്കും, പേന ഇങ്ങനെ കഷ്ടിച്ച് പിടിച്ചിട്ട് എഴുതുന്നത്. അങ്ങനെ ഇരിക്കുക ഞാനൊരു ഏത് സെമസ്റ്ററിൽ എനിക്ക് ഓർമ്മയില്ല, ഞാനൊരു ചോദ്യപേപ്പർ നോക്കിയപ്പോൾ എനിക്ക് അതിലാകെ 1-2 ചോദ്യമേ അറിയത്തുള്ളൂ. ഞാനത് പഠിച്ചിട്ട് പോയ പരീക്ഷയാണ്, പക്ഷേ എനിക്ക് 1-2 ചോദ്യമേ അറിയത്തുള്ളൂ. അങ്ങനെ ഞാനങ്ങ് കാശ് രൂപമൊക്കെ മുറുക്കെ പിടിച്ചിട്ട് മാതാവേ അല്ലെങ്കിൽ കൃപാസന മാതാവേ അല്ലെങ്കിൽ ഈശോ മറിയ ഔസേപ്പേ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറി മാറി ചെല്ലാൻ വേണ്ടി തുടങ്ങി. ചെല്ലിയിട്ട് ഞാൻ ആയിട്ട് അറിയാവുന്ന ആകെ കിട്ടി 2 ചോദ്യം ഉണ്ടല്ലോ, ഒരെണ്ണം എഴുതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ഓരോ ചോദ്യമൊക്കെ ഞാൻ ഈ നേരത്തെ കണ്ട ചോദ്യമല്ല, വേറെ ഏതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതിൻ്റെ എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. അങ്ങനെ എനിക്ക് ആ പരീക്ഷയ്ക്കും നല്ല മാർക്കോടെ ജയിച്ചു. അങ്ങനെ PG ഞാൻ ഓവറോൾ ഡിസ്റ്റിങ്ഷനോടെയാണ് A+ ഡിസ്റ്റിങ്ഷനോടെയാണ് ഞാൻ ജയിച്ചത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, എൻ്റെ സെറ്റിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നു. ഞാൻ നോക്കി, എനിക്ക് 2 മാർക്കിൻ്റെ കുറവാണ്. ഫൈനൽ ആൻസർ കീ നോക്കി 2 മാർക്കിൻ്റെ കുറവ്. ആദ്യമായിട്ട് ഇത്രയെങ്കിലും എത്തുന്നത്. അന്നേരം 2 മാർക്കിന് കുറവാണ്. ഞാനപ്പോൾ എൻ്റെ സിസ്റ്റർ ആൻറ്റീനൊക്കെ വിളിച്ചു. സിസ്റ്റർ ആൻറ്റി പറഞ്ഞു, ഈ സമയത്താണ് നീ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാർക്കിൻ്റെ കുറവ്. ഞാനങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ പിള്ളേരെ കൊണ്ട് സബ് ജില്ലയിൽ പോയേക്കുവായിരുന്നു സ്പോർട്സിന്. സ്പോർട്സൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ റിസൾട്ട് വന്നിടാന്ന് പറഞ്ഞു. റിസൾട്ട് വന്ന് നോക്കിയപ്പം എനിക്ക് 2 മാർക്കിന് കുറവല്ലേ. റിസൾട്ട് വന്നപ്പം ജയിക്കേണ്ട മാർക്കിനേക്കാൾ 2 മാർക്ക് എനിക്ക് കൂടുതലാണ്. ഞാൻ തോക്കുമെന്ന് വിചാരിച്ച് 2 മാർക്കിന് തോക്കുമെന്ന് വിചാരിച്ച് എനിക്ക് ജയിക്കേണ്ട മാർക്കിനേക്കാൾ 2 മാർക്ക് കൂടുതലായി വന്നു. ഇതേപോലെ തന്നെയാണ് എൻ്റെ കേട്ടറ്റും സംഭവിച്ചത്. ഇത് ഞാൻ ഫൈനൽ ആൻസർ കീ നോക്കിയിട്ട് എനിക്ക് തെളിവാണ്. അതിനാൽ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഞാൻ എടുത്തിട്ടാണ് വന്നത്. 2 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തിട്ട് വന്നു. ഇതേപോലെ തന്നെ എൻ്റെ B.Ed എഴുതിയപ്പോഴും എനിക്ക് 2-3 മാർക്ക് എനിക്ക് ബാക്കാണ്. റിസൾട്ട് വന്നപ്പം 90 ജയിക്കേണ്ട അടുത്ത് എനിക്ക് 96 ഉണ്ട്. ഓക്കെ, ഇത് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മേന്മ കൊണ്ടോ അല്ല. ഞാൻ പറഞ്ഞു, ഈ ഒരാഴ്ച കൊണ്ടോ 1.5 ആഴ്ച കൊണ്ടോ സെറ്റ് പോലും പാസ്സാകാനുള്ള യോഗ്യത എനിക്കില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, എൻ്റെ ആദ്യത്തെ 2 മാസത്തെ സാലറി ഞാൻ എൻ്റെ പാപ്പൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പേഴ്സണലായിട്ട്, എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. 2 മാസത്തെ സാലറി എൻ്റെ അച്ഛനായ പാപ്പൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആർക്കെങ്കിലും അനുയോജ്യമായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. അതേപോലെ തന്നെ ഞാനൊരു ഉടമ്പടിയുടെ കുറച്ച് നാളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ഞാൻ വീട്ടിലങ്ങനെ പുറത്തിങ്ങനെ കാറ്ററിംഗ് വർക്ക് അങ്ങനെയൊന്നും വിടത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റമാണ്. അങ്ങനെ ഇരിക്കെ അവിടെ എൻ്റെ കോളേജ്, ഞാനിവിടെ വടകരയിലാണ് പഠിച്ചത്. വടകര ഗവൺമെൻറ് കോളേജ് മടപ്പള്ളിയിലാണ്. അവിടെ തൊട്ടടുത്ത് ഈ പൂരം വരും. പൂരത്തിന് അങ്ങനെ ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പോൾ കൂട്ടുകാരെല്ലാം പോകുന്നുണ്ട്. അവിടെ ഓരോ പണി എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ഇരിക്കൽ അങ്ങനെയൊക്കെ. ഞാനും പൊക്കോട്ടെ, അങ്ങനെ വിടത്തില്ല. അപ്പൻ എന്നെ അറിയത്തില്ല, പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം ഞാൻ അവിടെ പണിയെടുത്തു. എനിക്ക് കിട്ടിയത് പൈസയുടെ, എനിക്ക് 500 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 250 രൂപ ഞാൻ എന്ത് ചെയ്തു, പാവപ്പെട്ടവർക്കായി ഞാനത് മാറ്റിവെച്ചു. ബാക്കി പൈസ ഞാൻ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു. ബാക്കി പൈസ ഞാൻ അത് പാവപ്പെട്ടവർക്കായി ഞാൻ മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഓരോ എക്സാം ഞാൻ പാസ്സാകുമ്പോഴും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുമായിട്ടും ഓരോ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് എടുത്തു പറയേണ്ടത് വെച്ചാൽ, എൻ്റെ ഈ പ്രായത്തിൽ എനിക്കൊരു 25 വയസ്സാണ് ആയത്. എൻ്റെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും എൻ്റെ നാട്ടിലെ കണ്ടുപടന്ന പല ദുശീലങ്ങളുമുണ്ട്. പക്ഷേ മാതാവ് എന്തൊക്കെയോ എന്നെ സംരക്ഷിച്ചു പോകുന്നതാണ്. കാര്യം എൻ്റെ നാട്ടിലെ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +1 കഴിഞ്ഞ കുട്ടികൾ വരെ പലരും പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പല ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ എല്ലാം കൂട്ടത്തിൽ നടക്കുകയും ചെയ്യും. എന്നാൽ ഒരു പ്രശ്നത്തിനോ ഒരു ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഞാനങ്ങനെ പോകത്തുമില്ല. അതിന് മാതാവ് എന്നെ അനുവദിച്ചിട്ടുമില്ല. ഞാൻ രാവിലെ കൃപാസന പ്രാർത്ഥന മുടക്കാറുമില്ല. 5:30 എഴുന്നേറ്റിട്ടാണ് ആക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും വിചാരിക്കും ചിലയിടത്ത് നമ്മൾ യാത്ര പോവുക, എനിക്കിത് ചെല്ലാൻ വേണ്ടി പറ്റത്തില്ല.
പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു സാഹചര്യം ദൈവം ഉണ്ടാക്കി തരും. ഉദാഹരണമായിട്ട് ഞാൻ ഈയിടെ ഒരു ടൂറിന് പോയി, 2 ദിവസത്തെ ടൂറ്. ഇങ്ങനെ ഈ കൃപാസനത്തിൽ പോയവരാരും തന്നെ ഇല്ല, പോയവരുണ്ട് പക്ഷേ അത് തുടർന്ന് പോകുന്നവരാരും ഇല്ല. ചിലവർ വിശ്വാസമില്ലാത്തവന് കുറേ പേര്, കാര്യം അവർക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. അങ്ങനെ ഇരിക്കെ എനിക്കിത് പ്രാർത്ഥന എല്ലാം അവസരമില്ല. ഞാൻ അന്നേരം ചെയ്ത ഒരു പോംവഴി എന്ന് വെച്ചാൽ, എനിക്ക് അപ്പം മാതാവ് തോന്നിച്ചതാണ്, പപ്പ വീട്ടിലേക്ക് വിളിച്ചു, നിങ്ങൾ കുരിശ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് സ്പീക്കറിലിട്. ഞാനതൊന്ന് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തു, ഹെഡ്സെറ്റ് ഇരുന്ന് എന്ത് ചെയ്തോ, ഇവർ യാത്ര പോകുമ്പോൾ ഇവരുടെ വിചാരം ഞാൻ പാട്ട് കേൾക്കുവാന്നാണ്. ഞാനിരുന്ന് വീട്ടിലെ ജപമാല കേട്ടോണ്ടിരിക്കുവാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുക ഒരു ദിവസം എനിക്ക് കൃപാസന പ്രാർത്ഥനയും ചെല്ലാൻ വേണ്ടി അവസരം പറ്റത്തില്ലാത്തൊരു അവസരം വന്നു ചേർന്നു. ഇതേപോലെ യാത്ര കയറുന്നപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, ജപമാല ചെല്ലുക അപ്പയും അമ്മയും, എന്നിട്ട് ആ കൃപാസന പ്രാർത്ഥനയും കൂടി ഒന്ന് ചെല്ലുക, ഞാൻ ഇവിടെ നിന്ന് ഹെഡ്സെറ്റ് കേൾക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അത് തെറ്റാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വേറൊരു പോംവഴിയില്ല. അപ്പം മാതാവ് എനിക്ക് തോന്നിച്ചതാണ് ഒരു കാര്യം, എന്താണ്, അങ്ങനെ ആ അവസരത്തിലും നിനക്ക് ഞാനത് മുടക്കിയില്ല. അവരിലൂടെയാണെങ്കിലും എനിക്കിത് കാണാൻ വേണ്ടി സാധിച്ചു. ഞാൻ ഏറെ സന്തോഷവാനാണ്. ഇപ്പം ഞാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഒന്നും പേടിയില്ല, അതാണ് സത്യം. മാതാവിന് ഉടമ്പടി കൊടുത്തോ, നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചോ, ധൈര്യമായിട്ട് പോവുക, വേറെ ആരെയും പേടിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യും, പക്ഷേ അതിനേക്കാൾ എത്രയോ നല്ലത് മാതാവ് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. ഞാൻ ഹൈസ്കൂളിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടത്തോടെ തീർന്നു, ഞാൻ ഇവിടെ തന്നെ അപ്പണ്ട് ചോദിച്ചു പെർമനൻ്റ് ആയാലോ, ഒരു സ്കൂൾ പോലും ഇപ്പോൾ പെർമനൻ്റ് കിട്ടാനില്ല, ഇവിടെ ആയാലോ. എന്നോട് അവരും പറഞ്ഞു നീ നിൽക്കടാന്ന് പറഞ്ഞു. ഓക്കെ, അന്നേരം പക്ഷേ വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ല. ഞാൻ വിചാരിച്ചില്ല ഹയർ സെക്കൻഡറിയിൽ ഒരിക്കലും താൽക്കാലികമായിട്ട് കിട്ടത്തില്ലെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിക്കാത്ത സമയത്താണ് എനിക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് ഒരു വിളി കിട്ടുന്നത്. എൻ്റെ അപ്പൻ്റെയും അമ്മേൻ്റെയും പ്രാർത്ഥനയും ഞാനിവിടുന്ന് 1 മാസം മുമ്പാണ് ആ ഉടമ്പടിയിൽ വെച്ചത്. അതെനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു. യേശുവേ നന്ദി, മാതാവ്.